ഓണത്തിന് പൂ പറിക്കാൻ തയ്യാറാവുന്ന ചെണ്ടുമല്ലി മുതൽ 2 വർഷം കൊണ്ട് കായ്ക്കുന്ന മാവും പ്ലാവും കൊണ്ട് സമ്പന്നമാണ് ബാങ്കിന്റെ കീഴിൽ ഓട്ടുപാറയിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയിലാണ് പുതിയ ഇനം തൈകൾ വിറ്റഴിക്കുന്നത്. വിയറ്റ്നാം സൂപ്പർ മുതൽ J33 വരിച്ചക്ക തുടങ്ങി അൽഫോൺസ്, നീലൻ, ചന്ദ്രകാരൻ, പ്രിയോ, മൂവാണ്ടൻ തുടങ്ങിയ മാവുകളും 1-2 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങിൻ തൈ ഇനങ്ങളും ഞാറ്റുവേല ചന്തയിലുണ്ട്. ജാതി, റംബുട്ടാൻ, നെല്ലി, പേര, അവക്കാഡോ, മരമുന്തിരി തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഇൻഡോർ പ്ലാന്റുകളും പൂക്കളും ഞാറ്റുവേല ചന്തയിൽ ആളുകളെ ആകർഷിക്കുന്നവയാണ്. മണ്ണുത്തിയിലെ കിയ നഴ്സറിയിലാണ് ഞാറ്റുവേല ചന്ത ഒരുക്കിയിട്ടുള്ളത്. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉദ്ഘാടനം ചെയ്ത ഞാറ്റുവേല ചന്ത 27-ന് സമാപിക്കും. കൂടുതൽ കാലം കാത്തു നിൽക്കാതെ 1-2 വർഷങ്ങൾക്കുള്ളിൽ കായ്ക്കുന്ന ഫലവൃക്ഷങ്ങളായതിനാൽ തൈകൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. നഴ്സറിയിൽ വിൽക്കുന്ന അതേ വിലയ്ക്ക് തന്നെയാണ് ഓട്ടുപാറയിലെ ഞാറ്റുവേല ചന്തയിലെ തൈകൾ വിറ്റഴിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് പുറത്ത് കിട്ടുന്ന നഴ്സറിയിൽ കൊടുക്കുന്ന അതേ വിലയിൽ തന്നെയാണ് ഇവിടെ എല്ലാ ചെടികളും കൊടുക്കുന്നത്. മാത്രമല്ല, ഒരു 3 വർഷം പ്രായമായിട്ടുള്ള എല്ലാ മാവുകൾ, കാച്ചുകൊണ്ടിരിക്കുന്ന മാവിൻ തൈകളാണ് ഇവിടെ കൊടുക്കുന്നത്. അതും വളരെ കുറഞ്ഞ വിലയിലാണ്. ഫ്രൂട്ട്സ് ആയാലും ഇൻഡോർ പ്ലാന്റ്സ് ആയാലും ഒക്കെ ചെറിയ വിലയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്ലാവുകളുണ്ട്, ഒരു 5-6 വെറൈറ്റി പ്ലാവ്, ഒരു 11 വെറൈറ്റി മാവ്, ലോഗൻ, അതുപോലെ ജബോട്ടിക്കാബ, സപ്പോട്ട, അങ്ങനെ കുറേ വിവിധ തരം പ്ലാന്റുകളുണ്ട് ഇവിടെ. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWOC മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.